ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്നൊരു മോര് കറി ഉണ്ടാക്കാം. രാത്രി ആയപ്പോഴത്തേന് പിറ്റേ ദിവസം രാവിലത്തേന് നമുക്ക് മോര് കറി ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കാം എന്നുള്ളൊരു ചിന്തയാണ്. അതാകുമ്പോൾ നമുക്ക് രാവിലെ എണീക്കണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് കിടന്നാൽ രാവിലെ എണീറ്റ് ചോറുണ്ടാക്കി എന്തെങ്കിലും കൂട്ടാൻ മാത്രം വെച്ചിട്ട് കറി ഒഴിച്ച് ഇളക്കി അങ്ങ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് രാത്രി 7 മണിയായപ്പോൾ പോയി തൈര് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കിതങ്ങ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് തൈര് മിക്സിയിൽ ഇച്ചിട്ട് ഒരു പാക്കറ്റ് തൈരിൻ്റെ പകുതി എടുത്ത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ബാക്കി നമുക്കൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജ് വെക്കാം. എപ്പം വേണമെങ്കിലും തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പം മിക്സിക്കകത്ത് നമുക്ക് ആ തൈരിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് വറക്കുന്നതിനെക്കാട്ടും നല്ലത് ഒന്ന് ഇട്ട് തൈര് മിക്സിയിൽ അടിക്കുമ്പോഴേ നമുക്കതിട്ടങ്ങ് അടിച്ചാൽ മതി. അടിച്ചിട്ട് ഒരു സൈഡിൽ കൂടെ നമുക്ക് ബിഗ് ഓനിയൻ പെരിയ സവോള ഇല്ലേ, സവോള അത് സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത് മൂന്നും കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ അകത്ത് വറുത്ത് കടുകിട്ട് വറുത്തിട്ടാണ് നമ്മൾ മോര് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ മോര് കറിക്കകത്ത് നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കുന്ന മോര് കറിയുണ്ട്, അതിൻ്റെ അകത്ത് വെണ്ടക്ക ഫ്രൈ ചെയ്തിട്ട് ഇടുന്ന മോര് കറിയുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള മോര് കറി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. എനിക്ക് മോര് കറിയാണ് ഇഷ്ടം. മക്കൾക്കും ഇത് തന്നെയാണ് ഇഷ്ടം. ഇപ്പോൾ കടയിൽ പോയി ചേന മേടിച്ചു തന്നു. ചേനയും പച്ചമുളകും സവോളയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തൈര് മേടിച്ചിട്ട് മോര് കറി ഉണ്ടാക്കിയ രാവിലെ സ്കൂളിൽ കൊടുത്ത് വിടാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ആ മിക്സിയിൽ അടിച്ച മോര് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കാം. എങ്കിൽ നമുക്ക് പിന്നെ കടുക് വറുത്ത് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട്, അല്ലെങ്കിൽ ഒരു 10 പാത്രം എടുത്ത് നനക്കേണ്ട വരും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലി നമുക്ക് ചെറുതാക്കാം. ഇപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി എടുത്ത് അതിൻ്റെ മേളിൽ വെക്കാം. മേളിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി ചൂടാവുന്നതുകൊണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി ജീരകം ഇടണേ, എങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കുന്നുണ്ട്. ജീരകം ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിട്ട് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാവും ജീരകം. പെട്ടെന്ന് എല്ലാം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? കുഴപ്പമില്ല, മനസ്സിലായിക്കോളും. നിങ്ങൾക്കറിയാം, എന്നെക്കാട്ട് കൂടുതൽ മോര് കറി വെക്കാനൊക്കെ എനിക്കറിയാമല്ലോ. ഞാൻ എൻ്റെ റെസിപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളിതൊന്നും കണിക്ക് ബോധമിടാണ്ടാട്ടോ. ഈ കൊച്ച് എന്തൊക്കെയാണോ ഈ പറയുന്നതെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തൊക്കെയാണോ കമൻറ്റ്സ് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ നിങ്ങൾ അടിച്ചു വിടുക. എന്തെങ്കിലും ഇരിക്കട്ടെ ഒരു കമൻറ്റ്സ് എന്ന് വിചാരിച്ചിട്ട് കമൻറ്റ്സ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് വീഡിയോ കാണുകയെങ്കിലും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സവോളയും കറിയിലേക്കും ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി എണ്ണ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇടുക. ഇട്ടിട്ട് നമുക്കത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പം ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആ മോരിനകത്തോട്ട് ഇതിടാം. കാരണം മോരില്ലെങ്കിൽ തിരിച്ചൊഴിക്കുകയും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇത് മോരിനകത്ത് ഇട്ടാലും കുഴപ്പമില്ല, അത് ഇങ്ങോട്ട് ഒഴിച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം മോര് എങ്ങനെയാലും ചെയ്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. ഒത്തിരി ഒന്ന് തിളപ്പിക്കൊന്നും വേണ്ട. തിളപ്പിച്ചാൽ നമുക്കത് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തിളപ്പിക്കൊന്നും വേണ്ട. ചെറുതായിട്ട് ആ ചൂടൊന്ന് മാറുന്നിടം വരെ നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അത്രേ ഉള്ളൂ മോര് കറി. വലിയ നമുക്കങ്ങ് ഡെക്കറേഷൻ ഒന്നും വേണ്ട. മോര് കറി മാത്രമല്ലേ ഉള്ളൂ, ചോറിൽ വെച്ച് കഴിച്ചാൽ പോരെ. ഇത്തിരി ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ മോര് കറിയാണ് നല്ല മോര് കറി. എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി നമുക്ക് വൈകിട്ടത്തേന് ഇഡ്ഡലിക്ക് ഒരു ചമ്മന്തി അരയ്ക്കാം. ഇഡ്ഡലിയാണ് ഞാൻ ആ അടുപ്പിൻ്റെ രണ്ടാമത്തെ അടുപ്പിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ചമ്മന്തി ആയാലോ? ആ ചമ്മന്തിക്ക് വേണ്ടി ഞാനിന്ന് പീനട്ട് ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത്.
ഓക്കെ. പച്ചമുളക് നമുക്ക് വാഷ് ചെയ്ത് മിക്സിക്കകത്ത് ഇട്ട് വെക്കാം. എന്നിട്ട് പീനട്ട് നമുക്ക് കടയിൽ നിന്ന് തൊലി കളഞ്ഞ അതിൻ്റെ പേരെന്തായിരുന്നു, കപ്പലണ്ടി, തൊലിഞ്ഞ് കളഞ്ഞ കപ്പലണ്ടി നമുക്ക് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെക്കാം. ഈ പച്ചമുളകിൻ്റെ കൂടെ നമുക്ക് ഒരിച്ചിരിയും തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കപ്പലണ്ടി ഒന്ന് വറക്കണം. ഇത് നമ്മുടെ നാട്ടിലങ്ങനെ അരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ചെന്നൈ സ്റ്റൈലാണിത്. തമിഴ്നാട്ടിലുള്ളവർ അങ്ങനെയാണ് ഞാനും ഇതൊക്കെ പഠിച്ചത് തന്നെ. ഇപ്പം നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ഇങ്ങനത്തെ ഈ പാക്കറ്റ് കിട്ടും ഇവിടെ ചീനത്ത്. അപ്പം നമ്മളത് വറുക്കാം. ഞാനിത് വറുത്തപ്പോൾ ഒരിച്ചിരി കരിഞ്ഞു പോയി. ചെറിയ തീ വെച്ച് വേണമായിരുന്നു വറക്കാൻ, പക്ഷേ ഞാൻ തീ കുറയ്ക്കാൻ മറന്നുപോയി. സ്പൂൺ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വേറെ എന്തോ പണിക്ക് പോയി തിരിച്ച് വന്നപ്പോഴത്തേന് നല്ല കരിഞ്ഞ് എന്താ ചെയ്യുക. പോട്ടെ, അത്രയ്ക്കങ്ങ് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല. എന്നാലും നമുക്കിത് കളയാൻ പറ്റില്ലല്ലോ, ചട്നി അരച്ചല്ലേ പറ്റുള്ളൂ. കണ്ടോ മക്കളെ നിങ്ങൾ, കരിഞ്ഞു പോയത്. ആ കരിഞ്ഞൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് അരയ്ക്കാമായിരുന്നു, പക്ഷെങ്കിൽ എന്തോ അങ്ങനെ തോന്നിയില്ല. എന്നിട്ട് ഇത് ആറിക്കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. ഈ മിക്സിക്കകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങായ്ക്കകത്തും പച്ചമുളകും തേങ്ങായും ഒരിച്ചിരി മുളക് പൊടി ഇട്ടുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം എരിക്ക് വേണ്ടി, എരി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ നല്ലതായിട്ടില്ല. ഇത് നമുക്ക് മിക്സി വെച്ച് അടിച്ചെടുക്കാം. അടിച്ചിട്ട് ചമ്മന്തി പോലെ അടിച്ചെടുക്കാം. നല്ലതായിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇന്നത്തേനും നാളെ രാവിലത്തേനും കൂടാണ് അടിക്കുന്നത്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാതെ ഇച്ചിരി എടുക്കാൻ പറ്റും. നാളത്തേനും കൂടെ ആകുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഈ പരുവത്തിലാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കാം. ഒന്നുമില്ല, കടുകും ഇച്ചിരി കറി ലീവ്സും അതിൻ്റെ അകത്തിട്ട്, കടുക് പൊട്ടിയ ഉടനെ കറി ലീവ്സിട്ട് തിരിച്ച് അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ചമ്മന്തി. ഇഡ്ഡലിയുടെ കൂടെ നിങ്ങളത് കഴിച്ച് നോക്ക്, നല്ല ടേസ്റ്റാണ്. എൻ്റെ കൂട്ട് കപ്പലണ്ടി കരിക്കല്ലേ, കരിക്കാതെ വറുത്തെടുത്തിട്ട് നല്ലതായിട്ട് വറുത്തെടുത്തിട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ചമ്മന്തിയോടുകൂടി ഈ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചാണ്. സമയം കിട്ടിയില്ല എഡിറ്റ് ചെയ്യാൻ, വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടിയില്ല. ഇവിടെ അങ്ങ് ഭയങ്കര എപ്പോഴും ബിസിയും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടും. പിന്നെ എന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ചമ്മന്തി നിങ്ങൾ അരച്ച് നോക്കണേ, അരച്ച് നോക്കിയിട്ട് കമൻറ്റ് തരണേ. വേറെ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ചമ്മന്തി റെഡിയായി. ഈ ഗ്യാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഒരു ഹാബിറ്റാണ്. നിങ്ങളാരും അത് തെറ്റായിട്ട് വിചാരിക്കും. നിങ്ങളും തുടച്ചുകൊണ്ടിരിക്കുക, എങ്കിലേ നമ്മുടെ ഗ്യാസിന് വെള്ള കളറിൽ സിൽവർ കളറിലിരിക്കുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എത്രയേ ഉള്ളെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ എണീറ്റപ്പോൾ ഒരു വിശപ്പ്. അപ്പം ഞാൻ ഇച്ചിരി ഹോർലിക്സ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ആ ഹോർലിക്സ് ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. വലുതായിട്ടൊന്നുമില്ല വീഡിയോയ്ക്ക്. അത് ഹോർലിക്സ് കുടിക്കുന്ന വീഡിയോ ആണല്ലോ ഇവൾ ഇടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഡേ ഇൻ മൈ ലൈഫ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്ന അതാണ് ഞാൻ ആ വീഡിയോയ്ക്ക് ഇടുന്നത്. പിന്നെ ഞാൻ എൻ്റെ മോളുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി റൂമൊക്കെ ക്ലീനാക്കി. ഉണ്ടോ, രാവിലെ സ്കൂളിൽ പോയി കഴിയുമ്പം ഉള്ളതാണ് ഈ റൂമിൻ്റെ പടുതി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. നമുക്കിവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഒത്തിരി പൊടി വരുന്നുണ്ട് നമ്മുടെ വീടിനകത്ത്. ബാൽക്കണി തുറന്ന് വെക്കുമ്പോൾ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ പൊടി അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം 2 പ്രാവശ്യം തൂത്തുവാരി അത് ഇട്ട് കൊണ്ടുപോയിട്ടിട്ട് കുറേ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ.
അതിന് നടുക്ക് എപ്പോഴും വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും ഞാൻ. എന്താണെന്നറിയത്തില്ല, മടി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കും. പണിയും സമയം കിട്ടാറില്ല. വീഡിയോ എടുക്കണമെന്ന് എടുത്തു വയ്ക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും സമയം കിട്ടത്തില്ല. ഇപ്പം ഈ റൂം കഴിഞ്ഞു, ഇനി തിണ്ണ പോയി പെറുക്കണം, തിണ്ണ പോയി തൂത്തുവാരണം, അടുക്കള വാരണം, പിന്നെന്താ ഇങ്ങനെ ഓരോ തുണി വിരിച്ചിടുക, ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് അടുക്കളയാണ്. ഈ അടുക്കള ഇങ്ങനെ തൂത്തുവാരി പിന്നെ ഹാള് തൂത്തുവാരുക, പിന്നെ ബെഡ്റൂം തൂത്തുവാരുക, ബാൽക്കണി തൂത്തുവാരുക, തുടയ്ക്കുക. ബാൽക്കണി ഡെയിലി തുടയ്ക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പൊടിയാണ്. വലിയ പൊടിയല്ല, എന്നാലും നമുക്ക് എൻ്റെ നീറ്റ്നെസ്സിനനുസരിച്ച് ഈ 10 പ്രാവശ്യം തുടച്ചാലും പറ്റത്തില്ല. പക്ഷെങ്കിൽ ഞാൻ തുടയ്ക്കും.